ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ശ്രീ ഗൗരംഗ മഹാപ്രഭു കീ. സൗണ്ട് പോരാ. ശ്രീ ഗൗരംഗ മഹാപ്രഭു കീ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മായപ്പൂരിലേക്ക് സ്വാഗതം, നവദ്വീപ് ധാമിലേക്ക് സ്വാഗതം. അതായത് ഈ ഭൂമിക്ക് ഒരുപാട് മഹിമകളുണ്ട്. ഒന്ന്, ഇത് 7 മോക്ഷപുരികളിൽ ഒരു സ്ഥലമാണ്. പുരാണങ്ങളിൽ ചൈതന്യ മഹാപ്രഭുയുടെ അവതാരത്തിന് മുമ്പ് തന്നെ ഈ നവദ്വീപിനെ 7 മോക്ഷപുരികളിൽ ഒന്നായിട്ടാണ് പറയുന്നത്. ഈ 7 സ്ഥലത്തും നമ്മൾ ചെന്നിട്ട് ഒരു ദിവസം അവിടെ നമ്മൾ കഴിച്ചാൽ തന്നെ വീണ്ടും ഈ ഭൂമിയിൽ ഒരിക്കൽ കൂടെ ജനിക്കേണ്ടി വരില്ല, മോക്ഷപ്രാപ്തി ഉറപ്പാണ് എന്നാണ് ശാസ്ത്രം. എല്ലാവർക്കും കേൾക്കാമല്ലോ? കേൾക്കാമോ? കേൾക്കാം. റൈറ്റ്. അപ്പോൾ 7 മോക്ഷപുരികളിൽ ഒന്നാണ് നവദ്വീപ്. അങ്ങനെ ഒരു മഹിമയുണ്ട്. പിന്നെ രണ്ടാമത്തത്, ഭാഗീരഥൻ ഗംഗ കൊണ്ടുവന്ന സമയത്ത് ഇവിടെ മാത്രമാണ് ഗംഗ ഒന്ന് നിന്നത്. നമ്മളെ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ ഗംഗയെ ഭൂമിയിലേക്ക് ആരാ കൊണ്ടുവന്നത്? ഏത് രാജാവാ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്? ഭഗീരഥൻ. ഗംഗയ്ക്ക് വലിയ വിഷമമായിരുന്നു. അതായത് ഭഗവാന്റെ തൃപ്പാദങ്ങളെ വിട്ട് എന്നെ പിരിച്ചു കൊണ്ടുവന്നു എന്ന് ഗംഗയ്ക്ക് വലിയ വിഷമം. ഭഗീരഥൻ്റെ അടുത്ത് ഒരു ചെറിയ ദേഷ്യവും കൂടെ ഉണ്ടായി. എന്നെ ഭഗവാന്റെ തൃപ്പാദങ്ങളിലിരുന്ന് പിരിച്ച് നീ കൊണ്ടുവന്നു. ഇപ്പോൾ ഭഗീരഥൻ മുന്നേ പോയിക്കോളാൻ പറഞ്ഞു. ഗംഗ പറഞ്ഞു ഞാൻ പുറകെ വരാം. ഭഗീരഥൻ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ഗംഗയുടെ പ്രവാഹമെന്ന് പറഞ്ഞാൽ 2 വശത്തുമുള്ള മലകളെല്ലാം തട്ടിപ്പൊളിച്ച് മരങ്ങളും കുന്നുകളെല്ലാം നിരത്തി. അത്ര ദേഷ്യം. അപ്പോൾ ഭഗീരഥൻ വിചാരിച്ചു, ഈ വേഗത്തിൽ ഗംഗ ഭൂമിയിൽ വന്നാൽ ഗംഗയിൽ ഭൂമി ഒരു കടുകായി പോകും, ഭൂമിയെ അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് മഹാദേവനെ വിളിക്കുന്നത്. മഹാദേവൻ വന്ന് എന്ത് ചെയ്തു? ഗംഗയെ തലയിൽ പിടിച്ച് കെട്ടി. അതുവരെ ഗംഗയ്ക്ക് ഭാഗീരഥി ഗംഗ എന്നായിരുന്നു പേര്. മഹാദേവൻ തലയിൽ പിടിച്ച് കെട്ടിയ ഉടനെ ഗംഗയ്ക്ക് മന്ദാക്കിനി ഗംഗ എന്നാണ് പേര്. പിന്നെ അവിടെ ഇരുന്ന് ഒരു മുടിയുടെ നാരിഴ അത്രയ്ക്കുമാണ് മഹാദേവൻ ഗംഗയെ വിട്ടത്. എന്നാൽ ആ ഗംഗയോ അതും വിശാലമായ വലിയ പ്രവാഹം. അങ്ങനെ ഗംഗ സങ്കടത്തിലും വിരഹത്തിലും ദേഷ്യത്തിലും ഒഴുകുമ്പോൾ ഇവിടെ
കലികാലത്തിൽ മഹാപ്രഭുവിടെ അവതാരം ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് ഗംഗ ഇവിടെ ഒന്ന് തങ്ങി. അപ്പോൾ ഗംഗ ഏക തങ്ങിയ സ്ഥലം ഏതാണ്? ഈ നവദ്വീപാണ്. അതായത് ഭഗവാൻ ഇവിടെ അവതരിക്കാൻ പോകുന്നു, മഹാപ്രഭു അവതരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഗംഗ എന്ത് ചെയ്തു? ഈ പ്രദേശത്തിൽ വന്നപ്പോൾ സന്തോഷം കൊണ്ട് ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. അങ്ങോട്ടും ആനന്ദം കൊണ്ട് ഈ പ്രദേശത്ത് എല്ലാ ദിശയിലും ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഈ ഭൂമിയെ ഗംഗ കുറുകെ നെടുകെ എല്ലാം ചുറ്റി ഒരു താമരപ്പൂ പോലെ 9 കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏരിയലിൽ വന്നാൽ കാണാൻ പറ്റും, ഇങ്ങനെ നോക്കിയുമ്പോൾ കാണാൻ പറ്റില്ല. ആകാശമാർഗേ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഗംഗയെ പല ദിശയിൽ സന്തോഷം കൊണ്ട് ചുറ്റിക്കറങ്ങി ഈ ഭൂമി എത്ര കഷ്ണമാക്കി? 9 കഷ്ണം. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിന് നവദ്വീപ് എന്ന പേര്. 9 ദ്വീപുകൾ. മാത്രമല്ല, ഓരോ ദ്വീപുകളും ഓരോ ഭക്തി തരാൻ കഴിവുള്ളതാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, ഇങ്ങനെ 9 ഭക്തിയുണ്ടല്ലോ. അതിൽ ഈ ഓരോ ദ്വീപിനും ഓരോന്ന് തരാൻ പറ്റും. ഇപ്പം നമ്മൾ ഇരിക്കുന്നത് ആ 9ൻ്റെ മധ്യഭാഗത്താണ്. താമരപ്പൂവിന് 8 എതളും ഒരു മധ്യഭാഗവും ഉള്ളതുപോലെ മധ്യഭാഗം അന്തർദ്വീപിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെ എത്ര പേര് വൃന്ദാവനം പോയിട്ടുണ്ട്? നമ്മുടെ കൂട്ടത്തിലല്ല, ഏകദേശം എല്ലാവരും വൃന്ദാവനം, പകുതിയോളം ആൾക്കാർ പോയിട്ടുണ്ട്. അതിനെ മാധുര്യധാമം എന്നാ പറയുക. മാധുര്യധാം എന്ന് വെച്ചാൽ കൃഷ്ണപ്രേമം ഇങ്ങനെ ചൊരിയുന്ന സ്ഥലം. ഇത് ഔദാര്യധാം എന്നാ പറയുക. ഔദാര്യം എന്ന് വെച്ചാൽ കാരുണ്യം. നമുക്കത് അർഹിക്കുന്ന യോഗ്യതയില്ല, എന്നിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. അതിനെയാ മെർസി, ബ്ലെസ്സിങ്സ് എന്നൊക്കെ പറയും. ഈ വാക്ക് നമ്മൾ ഉപയോഗിക്കാറില്ലേ? കരുണ ചൊരിയുക, കാരുണ്യം തരിക എന്നൊക്കെ നമ്മൾ പറയും. കാരുണ്യം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇത് ഞാൻ അർഹിക്കുന്നില്ല, ഇത് കിട്ടാനുള്ള യോഗ്യത യഥാർത്ഥത്തിൽ എനിക്കില്ല, എന്നിട്ടും എനിക്ക് കിട്ടി. അതാണ് കാരുണ്യം. ഇപ്പം ഇവിടെ നമ്മളിപ്പോൾ ഒരു 3 ദിവസം ഈ മണ്ണിൽ ചുറ്റിക്കളിക്കും. നമ്മളുടെ ബോധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു യാചകനെ പോലെ. ഇവിടെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റില്ല. നമ്മുടെ അധികാരവും സ്ഥാനമാനവും ചൊല്ലി ഒന്നും നേടാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ഒരു യാചകൻ കിട്ടുന്നതെല്ലാം സൂക്ഷിക്കുന്നത് പോലെ ഇവിടെ മഹാപ്രഭുയുടെ കാരുണ്യത്തിന് വേണ്ടിയാണ് നമ്മൾ 3 ദിവസവും ചുറ്റുന്നത്. ഒരു വീട്ടിൻ്റെ മുമ്പേ ഒരു ഭിക്ഷക്കാരൻ ചെല്ലുമ്പോൾ ആ ഭിക്ഷക്കാരൻ ആ വീട്ടിലുള്ളവരുടെ എങ്ങനെയാണ് വിളിക്കുക? വീട്ടിൻ്റെ വാതിലിൽ ഒരു ഭിക്ഷക്കാരൻ വന്നു. ആ ഭിക്ഷക്കാരൻ വല്ല ഭക്ഷണം വേണം, കാശ് വേണം. ആ ഭിക്ഷക്കാരൻ എങ്ങനെയായിരിക്കും വിളിക്കുക? എങ്ങനെ വിളിക്കും? അതിലൊരു യാചകമുണ്ടാകും ഇല്ലേ? കോളിംഗ് ബെല്ലടിച്ചിട്ടേ ഞാൻ വന്ന് 10 മിനിറ്റായി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു യാചകം. അതുപോലെ നമ്മൾ ഇവിടെ 3 ദിവസവും നമ്മുടെ പണം കൊണ്ടോ നമ്മുടെ അധികാരം കൊണ്ടോ നമ്മുടെ സ്ഥാനമാനങ്ങൾ കൊണ്ടോ ഇവിടെ ഒന്നും നേടാൻ പറ്റില്ല. ഒരു യാചകൻ്റെ ബോധത്തിൽ വന്നാൽ മാത്രമേ ഇവിടെ എന്തെങ്കിലും നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. ഇത് മറ്റ് തീർത്ഥസ്ഥാനങ്ങൾ പോലെ അല്ല. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന 2 തീർത്ഥസ്ഥാനമേ ഉള്ളൂ. ഒന്ന് വൃന്ദാവനം, ഇനിയൊന്ന് നവദ്വീപ്. ഇത് 2ആണ് ഭൂമിയിൽ ഏറ്റവും ഉയർന്ന തീർത്ഥസ്ഥാനം. വൃന്ദാവനത്തിൽ നിങ്ങൾ പോയാൽ നമുക്ക് എല്ലാ സുഖ സൗകര്യവും ഉണ്ട്. പക്ഷേ കുരങ്ങൻ കണ്ണട എടുത്തുകൊണ്ട് പോയാൽ പിന്നെ വൃന്ദാവനം കാണാൻ പറ്റില്ല. വൃന്ദാവനത്തിൽ പോയാൽ കുരങ്ങൻ എന്ത് ചെയ്യും? കണ്ണട കൊണ്ടുപോകും, പിടിച്ചുകൊണ്ട് പോയാൽ പിന്നെ വൃന്ദാവനം കാണാൻ പറ്റില്ല. ഇവിടെ മഹാപ്രഭു അനുവദിച്ചാൽ മാത്രമേ ഈ ഭൂമിയുടെ കാരുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ നവദ്വീപ് കാണാൻ പറ്റില്ല. താമരയതൾ പോലെ
സൂര്യൻ ഉദിക്കുമ്പോൾ താമര വിടരും, സൂര്യൻ അസ്തമിക്കുമ്പോൾ താമര എന്ത് ചെയ്യും? അടയും. താമര അങ്ങനെ ഒറ്റ ദിവസമേ ഉള്ളൂ. രാവിലെ വിടരും, സന്ധ്യ ആകുമ്പോൾ അടയും, തീർന്നു താമരയുടെ പണി. അതേപോലെ മഹാപ്രഭുയുടെ കാരുണ്യമുണ്ടെങ്കിൽ ഈ താമര വിരിയും. നമുക്കിവിടെ പലതും മനസ്സിലാകും. മഹാപ്രഭുയുടെ കാരുണ്യമില്ലെങ്കിൽ ഈ താമര അടയും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 3 ദിവസവും ആരെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ. പുതിയതായിട്ട് വന്നവരെല്ലാം കേട്ടിട്ടുണ്ടല്ലോ ശ്രീ ചൈതന്യ മഹാപ്രഭു. കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടോ? എല്ലാവരും മഹാപ്രഭുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന് എണ്ണിയാൽ തീരാത്ത അവതാരങ്ങളുണ്ട് ഭഗവാൻ. നമുക്കൊരു 5-8 എണ്ണം 10 എണ്ണമൊക്കെ അറിയാവും. പക്ഷെ തിരമാലകളെ എണ്ണാൻ സാധിക്കില്ല. അതുപോലെ ഭഗവാന്റെ അവതാരങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? എണ്ണാൻ പറ്റില്ല. പക്ഷേ ഓരോ അവതാരമെടുത്തപ്പോഴും ഭഗവാന് ഒരു കർത്തവ്യമുണ്ടായിരുന്നു, കയ്യിൽ ആയുധങ്ങളുണ്ടായിരുന്നു, ഒരു ഡ്യൂട്ടി ഉണ്ട്, ഒരു ജോലി, ഒരു ഇതുണ്ടായിരുന്നു. എത്രയോ ശ്രമിച്ചിട്ടും ജനങ്ങളെ ഉദ്ധരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മഹാപ്രഭു ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? കാരുണ്യത്തിനെ മാത്രം ആയുധമായി കൊണ്ടുവന്നു. എന്തായുധമാണ് കൊണ്ടുവന്നത്? കാരുണ്യം. ഇപ്പം നമ്മൾ 100 പേരുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ തെറ്റുകുറ്റം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ തെറ്റേ ചെയ്തിട്ടില്ല എന്നുള്ളവരാരെങ്കിലും ഉണ്ടോ? ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല, ആരെയും ദ്രോഹിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ഒരു തെറ്റും ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമ്മളെല്ലാം ഇഷ്ടം പോലെ തെറ്റ് ചെയ്തവരാണ്. ഭഗവാൻ നമുക്ക് ലഭിക്കാൻ ഒരു യോഗ്യതയും നമുക്കില്ല. എന്നിട്ടും മഹാപ്രഭുയുടെ കാരുണ്യം കിട്ടിയതിനെ ഔദാര്യം എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു കൃഷ്ണ ഭഗവാൻ രഹസ്യമായിട്ട് വന്നു. കൃഷ്ണപ്രേമം വിതരണം ചെയ്യാനും നാമസങ്കീർത്തനം പ്രചരിപ്പിക്കാനും ഇതിനൊക്കെ വേണ്ടി മഹാപ്രഭു രഹസ്യമായിട്ട് അവതരിച്ച സ്ഥലമാണ് ഏത്? ഈ നവദ്വീപ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിവിടെ കൂടിയിരിക്കുന്ന സ്ഥലത്തിന് യോഗപീഠം എന്നാ പേര്. യോഗപീഠം. ഇതാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ച സ്ഥലം. അവിടെ ഒരു വേപ്പിൻ്റെ മരമുണ്ട്. ഈ മരത്തിൻ്റെ ചോട്ടിലാണ് ഒരു ചന്ദ്രഗ്രഹണ ദിവസം 1486 ചന്ദ്രഗ്രഹണ ദിവസം ഈ വേപ്പിൻ്റെ ചോട്ടിൽ ചൈതന്യ മഹാപ്രഭു അവതരിച്ചത്. ആ വേപ്പിൻ്റെ ചോട്ടിൽ അവതരിച്ചത് കൊണ്ട് മഹാപ്രഭുവിന് നിമായി എന്ന പേരാണ്. ചൈതന്യ മഹാപ്രഭുവിന് എന്താ പേര്? നിമായി. നീം ട്രീ, ഒരു വേപ്പിൻ്റെ താഴെ അവതാരം ചെയ്തത് കൊണ്ട് മഹാപ്രഭുവിന് നിമായി എന്ന പേര്. അതൊരു ചന്ദ്രഗ്രഹണമായിരുന്നു. ഗ്രഹണം വളരെ എന്താ പറയുക, മാലിന്യം നിറഞ്ഞ സമയമാണ്. അതായത് ഇപ്പം നമുക്കെല്ലാം നാട്ടിൽ ഗ്രഹണം അറിയാം. ഗ്രഹണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കത്തില്ല, അതെല്ലാം ഗ്രഹണം കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പാചകം ചെയ്ത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരും ഗ്രഹണം കഴിഞ്ഞപ്പോൾ നല്ല ഓപ്പോസിറ്റിലാണ് ഗംഗ. ഈ ഗംഗാനദിയിൽ ചെന്ന് കയ്യും തൂക്കിക്കൊണ്ട് ഹരി 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 എന്ന് ഉറക്ക നാമസങ്കീർത്തനം ചെയ്തുകൊണ്ടിരുന്ന ആ മുഹൂർത്തത്തിലാണ് ഇവിടെ ഈ വേപ്പിൻ്റെ ചോട്ടിൽ ജഗന്നാഥ മിശ്രയ്ക്കും സച്ചി മാതാവിനും മകനായിട്ട് ആര് ജനിച്ചത്? ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു അവതാരം ചെയ്തപ്പോൾ തന്നെ എല്ലാവരും 2 കൈയും ഉയർത്തി ഹരി ഹരി എന്ന് ഉറക്ക നാമജപം ചെയ്യുന്നുണ്ടായത്. അങ്ങനെ ഇവിടെ ഇരുന്നാണ് ചൈതന്യ മഹാപ്രഭുയുടെ ആദ്യ ബാല്യലീലകളെല്ലാം തുടങ്ങുന്നത്. പിന്നെ കാലക്രമേണ മഹാപ്രഭുയുടെ ജന്മസ്ഥലം നഷ്ടപ്പെട്ടു പോയി. ആർക്കും അറിയില്ല മഹാപ്രഭു എവിടെയാണ് അവതാരം ചെയ്തത്. ആ സ്ഥലം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഭക്തിവിനോദ ഠാക്കൂർ, ചൈതന്യം അതായത് പ്രഭുപാദരുടെ ഗുരുവിൻ്റെ പിതാവ്,
ഭക്തി വിനോദ് ഠാക്കൂർ ഇവിടെയൊക്കെ മാജിസ്ട്രേറ്റായിട്ട് ജോലി ചെയ്ത കാലഘട്ടത്താണ് ഈ ചൈതന്യ മഹാപ്രഭുയുടെ ജന്മസ്ഥലം അദ്ദേഹം കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇതൊരു കാട് പോലെ വനപ്രദേശമായിരുന്നു, അവിടെ ഭൂതപ്രേത പിശാചുക്കളാ, രാത്രിയാകുമ്പോൾ എന്തൊക്കെയോ ശബ്ദമുണ്ട്, അങ്ങോട്ടൊന്നും പോകരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭക്തി വിനോദ് ഠാക്കൂർ ഇവിടെ വന്ന് നോക്കിയപ്പോൾ മൊത്തം തുളസി ഇങ്ങനെ മൊത്തം വളർന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിനൊരു സംശയം, ഇതായിരിക്കുമോ ചൈതന്യ മഹാപ്രഭുയുടെ ജന്മസ്ഥലം? ഉടനെ അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ വിളിച്ചുകൊണ്ട് വന്നു. ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജ് അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ ആ ജഗന്നാഥ് ദാസ് ബാബാജി മഹാരാജിന് 90 വയസ്സായി. കണ്ണ് കാണാൻ പറ്റില്ല, ചെവി കേൾക്കാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിലാണ്. അദ്ദേഹം ഒരു ബാസ്ക്കറ്റിൽ വെച്ച് തലയ്ക്ക് തൂക്കിക്കൊണ്ട് ഇവിടെ വന്നു. ആ 90 വയസ്സ് കഴിഞ്ഞ ആൾ ബാസ്ക്കറ്റിൽ നിന്ന് തുള്ളിച്ചാടി ഈ ഭൂമിയിൽ 2 കൈയും ഉയർത്തി ഹരി 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 എന്ന് ചാടി നൃത്തം വയ്ക്കുക. അപ്പോൾ മനസ്സിലായി ഭക്തി വിനോദ് ഠാക്കൂറിന് ഇതാരുടെ ജന്മസ്ഥലം? ചൈതന്യ മഹാപ്രഭുയുടെ. അദ്ദേഹം അപ്പോൾ മാജിസ്ട്രേറ്റാണ്. അപ്പോൾ ഇവിടെ ഒരു അമ്പലം പണിയണം എന്ന് പറഞ്ഞ് ഭക്തി വിനോദ് ഠാക്കൂർ ഓരോ വീടുകളിൽ ചെന്ന് 1 അണ ദക്ഷിണ വാങ്ങിച്ചു. അധികം വാങ്ങിക്കില്ല. ഡൊണേഷൻ എത്രയാണ്? 1 അണ. ഒരു വീട്ടിൽ നിന്ന് 1 അണ. അത് വെച്ചിട്ടാണ് ആ അമ്പലം കാണുന്ന അമ്പലം അദ്ദേഹം പണിതത്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? ഇവിടെ തന്നെ ഇരുന്നാലേ അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ ഒരു വീട് പണിയാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം സ്വപ്നത്തിൽ ഉറങ്ങിക്കിടന്നപ്പോൾ അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വീട് മുഴുവനും അങ്ങനെ ഗോലോകത്തിൽ പോകുന്നതായി സ്വപ്നം കണ്ടു. അപ്പോൾ അദ്ദേഹം ആ സ്വപ്നം കണ്ട ആ സ്ഥലത്ത് ചെന്നിട്ട് ഒരു ചെറിയ വീട് പണിതു. ഭൂമിയിൽ കുഴിച്ചപ്പോൾ, നമ്മളെ കേരളത്തിലൊക്കെ വീട് പണിയാൻ കുഴിച്ചാൽ കണ്ണാടി കുപ്പികൾ, ചില്ലുകൾ ഇതൊക്കെയല്ലേ കിട്ടുക. ഈ ഭക്തി വിനോദ് ഠാക്കൂർ വീട് കുഴിച്ചപ്പോൾ അകത്തിരുന്ന് നരസിംഹമൂർത്തിയുടെ വിഗ്രഹം, വരാഹമൂർത്തിയുടെ വിഗ്രഹം, അനന്തശയനം, മണ്ണിൽ നിന്ന് എന്താ കിട്ടിയത്? വിഗ്രഹങ്ങളൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ കാണുന്ന നരസിംഹമൂർത്തി, വരാഹ നരസിംഹമൊക്കെ കണ്ടില്ലേ ഇവിടെ ബാക്കിൽ? ഇതെല്ലാം ഭക്തി വിനോദ് ഠാക്കൂർ വീട് ഫൗണ്ടേഷൻ എടുത്തപ്പോൾ മണ്ണിൽ നിന്ന് കിട്ടിയ വിഗ്രഹങ്ങളാണ്. അപ്പോൾ ഇതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാര സ്ഥലം, യോഗപീഠം. അപ്പോൾ മഹാപ്രഭുയുടെ ദർശനം, ആ മരത്തിൻ്റെ ചോട്ടിലാണ് മഹാപ്രഭു അവതാരം ചെയ്തത്. ഇത് ബാക്കിലുള്ള വിഗ്രഹങ്ങളെല്ലാം ഭക്തി വിനോദ് ഠാക്കൂറുടെ ആ ഫൗണ്ടേഷനിൽ നിന്ന് കിട്ടിയത്. ശ്രീകൃഷ്ണ ഭഗവാൻ എങ്ങനെ ബാല്യലീലകളാടിയോ അതുപോലെ തന്നെ മഹാപ്രഭുവും ഇവിടെ ബാല്യലീലകൾ ചെയ്തിട്ടുണ്ട്. ഭഗവാൻ ഒരുപാട് കുസൃതി കാണിച്ചു, അതേപോലെ മഹാപ്രഭുവും ഇവിടെ ഒരുപാട് കുസൃതികൾ കാണിച്ച സ്ഥലമാണ്. ശ്രീ ഗൗരംഗ മഹാപ്രഭു കീ.